ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു കൂട്ടാൻ കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉപ്പേരി കൂട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു രണ്ടാമത് എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഭക്ഷണമൊക്കെ ശരിയാക്കി കഴിയുമ്പോഴാണ് വൈഫ് പറഞ്ഞത്, ചേട്ടൻ ഇന്ന് രാവിലത്തെ കൂട്ടാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൂടി വെക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട്, കയ്പ്പയ്ക്ക ഇരിക്കുന്നുണ്ട്, നേന്ത്രക്കായ ഇരിക്കുന്നുണ്ട്, അമരക്കായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അമരക്കായൊക്കെ എടുത്ത് അതിൻ്റെ ഞരമ്പൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഞരമ്പൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി അടക്കടക്കാക്കി വെച്ചിട്ട് നമുക്ക് അതിനൊരു ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ചെറുതാക്കി അരിയാനുള്ള പരിപാടിയാണ്. ഇനി അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം, ഇത് അടപ്പത്ത് വെച്ചിട്ട് വേണം. ഇതിന് വേറെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതെന്തായാലും ഇതൊന്നും അരിഞ്ഞ് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ അമരക്കായ ഏകദേശം അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് അമരക്കായ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഞാനത് അടിപൊളിയായിട്ട് കഴുകി ഒരു ചീഞ്ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നേരെ ഗ്യാസിലേക്ക് കൊണ്ടുവയ്ക്കാം. ഒരു ചെറുതാക്കി തീ കത്തിച്ചിട്ട് ഗ്യാസിന് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും, കരി പിടിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. ഒരു പ്ലേറ്റോടൊക്കെ മൂടി വെച്ചിട്ട് ആവിയിൽ വേവട്ടെ. ഇതൊക്കെ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതൊന്ന് കാച്ചെടുക്കണം. അതായത് ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ കാച്ചാന്ന് പറയാം, കൂട്ടാൻ കാച്ചെന്ന് പറയാം. അതിനായിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു സവാളയുടെ പകുതിയാണ് എടുത്തുള്ളത്. ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടാൻ കാച്ചി കഴിഞ്ഞോട് കൂടിയിട്ട് ഇതുകൊണ്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാനാണ്. അതായത് ഞങ്ങൾ തൃശ്ശൂർ കുറ്റിപ്പൊടി ചമ്മന്തി എന്ന് പറയാം. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉള്ളിലൊക്കെ ഇട്ട് ചതച്ച് അടിപൊളിയായിട്ട് എടുക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്. ആ ചമ്മന്തി കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം വെളുത്തുള്ളി ഈ സവാളയും കൂടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു കുറച്ച് വേപ്പിലയും കൂടി വേണം. അപ്പോൾ ഒരു വേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടാൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു വേറൊരു പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടാണ് ഞാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ചീഞ്ചട്ടീനെ കഴുകി, ചീഞ്ചട്ടി വേറെ ഉണ്ട് എന്നാലും പാത്രങ്ങൾ അധികം കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 പാത്രത്തിൽ മാത്രമായിട്ട് ചെയ്യുന്നത് കിട്ടുക. അപ്പം ഈ ചീനച്ചട്ടീനെ കഴുകിയിട്ട് ഇതിലെന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതെന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലെന്നെ ഇട്ട് കാച്ചാം. അതാണ് നല്ലത്, എളുപ്പം. അപ്പോൾ ചീഞ്ചട്ടിയൊക്കെ കഴുകി കഴിഞ്ഞത് അടപ്പത്ത് വയ്ക്കണം. ഞാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ആ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി സവാളയും കൂടി ആഡ് ചെയ്യാം. ഇത് കണ്ട ഞാൻ വളരെ കുറച്ച് വെളുത്തുള്ളി എടുത്തുള്ളൂ, ബാക്കിയുള്ള ഞാൻ ചമ്മന്തി പൊടിക്കാണ്. ഇത് ഈ കൂട്ടാൻ കാച്ചിട്ടാണ് അത് പൊടിക്കാനായിട്ട്. ഇനി അതൊന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നവരൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഇതൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് കറുത്ത് വരുന്നത് നല്ലത് കേട്ടോ. അധികം കറുപ്പല്ല, എന്താ വെച്ചാൽ ഒന്ന് കറുത്ത് വരുമ്പോഴാണ് ഉപ്പേരി കൂട്ടാൻ ഇത്തിരി ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കറുപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഈ വേപ്പിലയും കൂടി എടുത്തിട്ടാണ് നമുക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അതിലേക്ക് ഈ അമരക്കായ അതിലേക്ക് ഇടാം. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിയടക്കം ഒന്ന് ഇളക്കി കൊടുക്കുക, ആ മുളക് എല്ലാതും കൂടി ഒന്ന് പിടിക്കാനായിട്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതെല്ലായിടത്തേക്കും ആ മുളകിന് വേപ്പില ഇതും കൂടി ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടണം. ഉപ്പ് ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒരു അടുത്തൊരു പാത്രത്തിലേക്ക് ആ നേരത്തെ പ്ലേറ്റിലേക്കാണ് ഞാൻ വീണ്ടും പകർത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അമരക്കായ തോരൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ